യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 119ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു ഇയ്യോബ് 37 മുതൽ 40 വരെ, റോമർ 2-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എന്ന് കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു മൃഗത്തിന്റെ പേരും അതിന്റെ പര്യായ പദവും ഒരു വാക്യത്തിലുണ്ട്. പേരുകൾ ഏവ? ഒരു മൃഗത്തിന്റെ പേരും അതിന്റെ പര്യായ പദവും ഒരു വാക്യത്തിലുണ്ട്. പേരുകൾ ഏവ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സൃഷ്ടികർത്താവ് ഒരു ജീവിക്ക് ഒരു ആയുധം നൽകിയതായി പാഠഭാഗത്ത് പറയുന്നു. ജീവി ഏത്, ആയുധം എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. സൃഷ്ടികർത്താവ് ഒരു ജീവിക്ക് ഒരു ആയുധം നൽകിയതായി പാഠഭാഗത്ത് പറയുന്നു. ജീവി ഏത്, ആയുധം ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രകൃതി പ്രതിഭാസത്തിൽ നിന്ന് യഹോവ ഇയ്യോബിനോട് 2 പ്രാവശ്യം പറഞ്ഞ സമാന വാചകം എന്ത്? പ്രകൃതി പ്രതിഭാസം ഏത്? ഒരു ക്ലൂ പറയാം, 2 അധ്യായങ്ങളിൽ നിന്നാണ് കേട്ടോ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു പ്രകൃതി പ്രതിഭാസത്തിൽ നിന്ന് യഹോവ ഇയ്യോബിനോട് 2 പ്രാവശ്യം പറഞ്ഞ സമാന വാചകം എന്ത്? പ്രകൃതി പ്രതിഭാസം എന്ത്? ക്ലൂ ആണെങ്കിൽ 2 അധ്യായങ്ങളിൽ നിന്നുള്ളത് എന്നുള്ളതാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മൃഗത്തിന്റെ കഴുത്തിന് മുകളിലുള്ള നീളമുള്ള മുടിക്ക് പറയുന്ന പേരെന്ത്? മൃഗം ഏത്? ഒരു മൃഗത്തിന്റെ കഴുത്തിന് മുകളിലുള്ള നീളമുള്ള മുടിക്ക് പറയുന്ന പേരെന്ത്? മൃഗം ഏത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 10 കൽപ്പനകളിൽ പുതിയ നിയമ പാഠഭാഗത്ത് എത്ര കൽപ്പനകളുണ്ട്? ഏതെല്ലാം? 10 കൽപ്പനകളിൽ പുതിയ നിയമ പാഠഭാഗത്ത് എത്ര കൽപ്പനകളുണ്ട്? ഏതെല്ലാം? അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളും വിത്ത് റെഫറൻസ് വാക്യം കൂടെ ചേർത്തിട്ടാണ് അയക്കേണ്ടത്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.